ഹായ്, വെൽക്കം ബാക്ക് ടു ഹെൽത്തി റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇത് 4 മണി ചായക്കോ നോമ്പുതുറ സമയത്തോ കഴിക്കാൻ പറ്റിയ മധുരമുള്ളൊരു പലഹാരമാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിൽ നല്ലൊരു ടേസ്റ്റി ഫില്ലിംഗ് ആണ്. ഇതിപ്പോൾ കാണാൻ ഒരു ഓലപ്പന്ത് പോലെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിന് ഓലപ്പന്ത് എന്നാണ് കേട്ടോ പേരിട്ടിട്ടുള്ളത്. ഇനി നിങ്ങൾ നല്ലൊരു പേര് സജസ്റ്റ് ചെയ്ത് തരികയാണെങ്കിൽ നമുക്ക് അതും പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ, പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം ഫില്ലിങ്ങിന് വേണ്ടത് തയ്യാറാക്കാം. ഒരു 10-12 ഡേറ്റ്സ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 8-10 കാഷ്യൂ നട്ട്സും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് തേങ്ങ ചിരവിയത് വേണം. ആദ്യം നമുക്ക് ഒരു പാനിൽ അല്പം നെയ്യൊഴിച്ച് ചൂടാവുമ്പോൾ നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച കാഷ്യൂ നട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുക്കാം. ഇതിപ്പോൾ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഫില്ലിങ്ങിലേക്ക് എക്സ്ട്രാ മധുരമൊന്നും ചേർക്കുന്നില്ല, ഈ ഡേറ്റ്സിൻ്റെ മധുരം തന്നെ മതിയാവും. ഇപ്പോൾ നമുക്ക് ഡേറ്റ്സ് നന്നായിട്ടൊന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഒരുപാട് സമയം വറക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ള് ഏലക്കായ്പ്പൊടി ചേർത്ത് കൊടുക്കണം. നെയ്യിൽ വറുത്ത നട്ട്സ്, ഡേറ്റ്സ്, തേങ്ങ, ഏലക്കായ്പ്പൊടി ഇതെല്ലാം കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റി ഫില്ലിംഗ് റെഡിയായി കഴിഞ്ഞു. ഇതാ ഏലക്കായ്പ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതുപോലെ തന്നെ നേന്ത്രപ്പഴം വെച്ചിട്ടും ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഈത്തപ്പഴം ഇല്ലെങ്കിൽ നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഏലക്കായ്പ്പൊടി ചേർത്തപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതാ ഇത്രയും മതി, നമ്മുടെ ഫില്ലിംഗ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് ചൂടാറാൻ വെയിറ്റ് ചെയ്യരുത്, ചെറിയ ചൂടോടെ തന്നെ നമുക്ക് ചെറിയ ഉരുളകളാക്കി മാറ്റി വെക്കണം. നമ്മുടെ ഡേറ്റ്സൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാൻ പറ്റും. ഓരോ നെല്ലിക്ക വലിപ്പത്തിലുള്ള കുഞ്ഞ് ബോൾസാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. ഇതാ റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ ഒരു 8-9 ബോൾസ് ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ഈ ബോൾസ് കവർ ചെയ്തെടുക്കാനുള്ള കോട്ടിംഗ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനു വേണ്ടി ഒരല്പം മൈദയിൽ ഒരു നുള്ളു ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. പിന്നെ വേണ്ടത് സമോസ ഷീറ്റാണ്. സമോസ ഷീറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഈ സമോസ ഷീറ്റിൽ നമ്മളൊന്ന് കവർ ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്നാക്കിന് ഇങ്ങനെ ഓലപ്പന്തിൻ്റെ ഷേപ്പ് കിട്ടുക. പിന്നെ നല്ലൊരു ക്രിസ്പിനെസ്സും കിട്ടും. ഇതുപോലെ ഓരോ ബോൾസും ആദ്യം മൈദ ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം പിന്നീട് സമോസ ഷീറ്റിലൊന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് കൈകൊണ്ടൊന്ന് ഉരുട്ടി കൊടുക്കണം, അപ്പോഴാണ് നമ്മുടെ ബോളിൻ്റെ ഷേപ്പ് കിട്ടുക. ഇപ്പോൾ നോമ്പായതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും സമോസ ഷീറ്റൊക്കെ ഉണ്ടാവുമല്ലോ. ഇനി ഇല്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് സേമിയ ഉപയോഗിക്കാം കേട്ടോ. ഇതുപോലെ എല്ലാ ബോൾസും നമുക്ക് ആദ്യം മൈദ ബാറ്ററിൽ മുക്കി പിന്നീട് സമോസ ഷീറ്റിലൊന്ന് റോൾ ചെയ്തതിന് ശേഷം ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബോൾസൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാവുമ്പോൾ ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒട്ടും എണ്ണ കുടിക്കാത്തൊരു സ്നാക്കാണ് ഇത്. ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ടേസ്റ്റി ഹെൽത്തി റെസിപ്പീസാണ് ഞാൻ എപ്പോഴും ഷെയർ ചെയ്യാറുള്ളത്. നിങ്ങളെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഓലപ്പന്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സമൂസ ഷീറ്റിൽ കവർ ചെയ്തുകൊണ്ട് പുറം ഭാഗം നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടും. പിന്നെ ഉള്ളിലാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണല്ലോ. നിങ്ങളുടെ കയ്യിൽ സമൂസ ഷീറ്റും സേമിയയും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത് വേറൊരു രീതിയിൽ ഫ്രൈ ചെയ്യാം. അതായത് നമ്മൾ മൈദ ബാറ്ററിൻ്റെ കൂടെ തന്നെ ഒരല്പം അരിപ്പൊടി കൂടി ചേർത്തിട്ട് നല്ല തിക്ക് ബാറ്ററാക്കിയിട്ട് അതിൽ മുക്കി പൊരിച്ചെടുത്താലും മതി. ഇപ്പോൾ ഇതാ നമ്മുടെ ബോൾസ് എല്ലാം റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. പിന്നെ ഒന്ന് മാത്രം ഞാൻ സേമിയ കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെയാണ്.
സമോസ ഷീറ്റിൽ കവർ ചെയ്ത് തന്നെയാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണേ.